വെൽക്കം ടു ആൻഡ് വേൾഡ്. സോ ഇന്ന് നമ്മൾ സെറ്റ് ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ജൂലൈ 2025 ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ ഫങ്ഷൻ ടു ബി അനലിറ്റിക് അറ്റ് എ പോയിൻറ്റ് വാട്ട് മസ്റ്റ് ഹോൾഡ് ട്രൂ. അതായത് ഒരു ഫങ്ഷൻ അനലിറ്റിക് ആണ്, ഒരു പോയിൻറ്റിൽ അനലിറ്റിക് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. അപ്പോൾ ലോറൻറ്റ് സീരീസ് കൺവേർജൻസ് ആണോ, ടൈലർ സീരീസ് കൺവേർജൻസ് ആണോ, അതോ ഇറ്റ് ഹാസ് എ സിംഗുലാരിറ്റീസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്, ഇറ്റ് ഹാസ് പോൾസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ടൈലർ സീരീസ് കൺവേർജസ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ ഇതിൻ്റെ സൈറ്റിൽ LBS സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻസർ ബി ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോറൻറ്റ് സീരീസ് എന്താണ്, ടൈലർ സീരീസ് എന്താണ് സിംഗുലാരിറ്റി, എന്താണ് പോൾസ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ട് ചെറിയ ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സിംഗുലാരിറ്റി എന്ന് പറയാം, ഇതിനോട് അനുബന്ധിച്ചിട്ട് ഈ ഒരു ടേംസൊക്കെ എന്താണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പോൾ വാട്ട് ഈസ് സിംഗുലാരിറ്റി? അപ്പോൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് എ പോയിൻറ്റ് വേർ ഫങ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻ ഓർ നോട്ട് അനലിറ്റിക്. അതായത് ഒരു ഫങ്ഷൻ, ആ ഒരു ഫങ്ഷനിലെ ഒരു പോയിൻ്റ്, പെർട്ടിക്കുലർ പോയിൻ്റ് നമ്മൾ ആ ഫങ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്ത് കിട്ടില്ല, ഡിഫൈൻഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് അനലിറ്റിക് അല്ലാത്ത പോയിൻ്റാണ് സിംഗുലാരിറ്റി. അനലിറ്റിക് അല്ലാത്ത പോയിൻ്റാണ് സിംഗുലാരിറ്റി. എ പോയിൻറ്റ് വേർ ഫങ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻ, ആ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ചില ഫംഗ്ഷന് ഫോർ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ 1/z, ഇപ്പോൾ നമ്മൾ z=0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ, ആ ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതില്ല, അത് അനലിറ്റിക് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പോയിൻ്റാണ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റിയാണ്. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റിയിലൊരു കേസാണ് പോൾ എന്ന് പറയുമ്പോൾ. അതായത് z= ആ ഒരു ഫങ്ഷന് എപ്പോഴാണ് ആ ഫങ്ഷന് ഇൻഫിനിറ്റി ആകുന്നത്, ആ ഫങ്ഷൻ ഇൻഫിനിറ്റി ആവും. z= സം പോയിൻറ്റ്, z0 ഒരു പോയിൻറ്റിൽ ആ ഫങ്ഷൻ എപ്പോൾ ഇൻഫിനിറ്റി ആകുന്നു ആ തരത്തിലുള്ള സിംഗുലാരിറ്റി ആണെങ്കിൽ നമ്മൾ അതിനെ പോൾ എന്ന് പറയും. അപ്പോൾ രണ്ടും ആ ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ അനലിറ്റിക് അല്ലാത്ത കേസാണ്. അപ്പോൾ ഫങ്ഷൻ അനലിറ്റിക് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അനലിറ്റിക് അല്ലാത്ത കേസായതുകൊണ്ട് ഇതും ആവില്ല. സോ നമുക്കുള്ളത് രണ്ട് ടേംസ് ഉള്ളത്. അപ്പോൾ ലോറൻറ്റ് സീരീസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലുള്ളതിനാണ് നമ്മൾ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷനിൽ പോസിറ്റീവ് ഇൻറ്റിജറും ഉണ്ടാകും, നെഗറ്റീവ് ഇൻറ്റിജറും ഉണ്ടാകും. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ടാവും, നെഗറ്റീവ് ഇൻറ്റിജർ ഉണ്ടാവും. എന്നാൽ ടൈലർ സീരീസിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് പവേഴ്സ് ഓഫ് z-z0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ടേം മാത്രമാണെങ്കിൽ അത് ടൈലർ സീരീസ് ആണ്. എന്നാൽ ഇത് നോക്കൂ, ഇവിടെ നോക്കൂ, z-z0 ഇൻറ്റിജർ അല്ലേ, n എന്ന് പറയുന്നത് ഇൻറ്റിജർ ആകുമ്പോൾ 1 2 3 അങ്ങനെ ആവും അല്ലേ. അപ്പോൾ z² ആ ഒരു ടേമിൽ, z³ അങ്ങനെ ഇൻറ്റിജർ ടേമിലാണ് പോകുന്നത്. നെഗറ്റീവ് പവർ വന്നിട്ടില്ല അല്ലേ. നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1/z - z0 എന്ന് വരും അല്ലേ. അതായത് ഇത് മുകൾക്ക് പോയി കഴിഞ്ഞാൽ z - z0 -1, z - z0 -2 അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുക നെഗറ്റീവ് ഇൻറ്റിജർ പവേഴ്സ് അല്ലേ ഓഫ് z - z0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്നതാണ് ലോറൻറ്റ് സീരീസ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കൂ, ഈ പോസിറ്റീവ് ഇൻറ്റിജർ മാത്രമുള്ളതാണ് ടൈലർ സീരീസ്. അപ്പോൾ ടൈലർ സീരീസ് അനലിറ്റിക് ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അതായത് ഇവിടെ 1/z - z0 എന്നുള്ള നെഗറ്റീവ് പവേഴ്സിൻ്റെ ടേംസ് ഒന്നും ടൈലർ സീരീസിൽ വരുന്നില്ല, പക്ഷേ ലോറൻറ്റ് സീരീസിൽ വരുന്നുണ്ട്. അപ്പോൾ 1/z എന്ന ഫോമിൽ ഏതെങ്കിലും ഒരു കേസിൽ z 0 ആവേ, മറ്റേതെങ്കിലും കേസിൽ എന്ത് ചെയ്യും, അത് നോട്ട് ഡിഫൈൻഡ്, അനലിറ്റിക് അല്ലാത്തൊരു കേസാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അനലിറ്റിക് ആകുന്ന കേസായത് മാത്രമേ ഉള്ളൂ ലോറൻറ്റ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലോറൻറ്റ് സീരീസ് ഓഫ് കൺവേർജൻസ് തന്നിട്ടുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ആൻസർ വരിക.
സോ ഞാൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എന്താണ് മനസ്സിലാവാത്തത് ഏതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കമൻ്റായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് സിംഗുലാരിറ്റി, എന്താണ് പോൾ, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഒക്കെ അടുത്ത ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അപ്പോൾ ഇത് ചോദിച്ചതുകൊണ്ടൊക്കെ ഡയറക്റ്റായിട്ടും ചോദിക്കാം. ചോദിച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ട് തന്നെ സെറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരാറുണ്ട്, അല്ലാതെയും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പോയിൻറ്റും കൂടി പറയാം. സിംഗുലാരിറ്റി എന്ന് പറയുന്നത് 3 കേസാണുള്ളത്. സിംഗുലാരിറ്റി എന്നുള്ളത് 3 കേസാണ് പറയാനുള്ളത്. ഒന്ന് റിമൂവബിളാണ്, റിമൂവബിൾ സിംഗുലാരിറ്റി. അതായത് ആ ഫംഗ്ഷനെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അനലിറ്റിക് ആകും. അങ്ങനത്തെ ടൈപ്പ് സിംഗുലാരിറ്റി ആണെങ്കിൽ റിമൂവബിൾ, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ ആണെങ്കിൽ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറയും. അതേപോലെ രണ്ടാമത്തെ ടൈപ്പ് പോളാണ്. അപ്പോൾ ഇതൊരു സിംഗുലാരിറ്റിയിലെ കേസാണ്. പോൾ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ എപ്പോഴാണോ ഇൻഫിനിറ്റി ആകുന്നത്, ഫംഗ്ഷൻ അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഏത് പോയിൻറ്റിലാണ് ഇൻഫിനിറ്റി ആകുന്നത് ആ പോയിൻറ്റിനെ നമ്മൾ പോൾ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള സിംഗുലാരിറ്റിനെ പോൾ എന്നാണ് നമ്മൾ പറയാം. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഓക്കെ, എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലെ പോലെ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സീരീസ് ഉണ്ടാവും. എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും കേട്ടോ, ടേംസ്. അതായത് ആ ഫംഗ്ഷന് ഒരു പോയിൻറ്റിൽ ആ ഫംഗ്ഷന് എന്ത് ചെയ്യും, ആ ഫംഗ്ഷന് ഓക്കെ. അപ്പോൾ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ എ പോയിൻറ്റ് വേർ ദ ഫംഗ്ഷൻ ഹാസ് എ ഇൻഫിനിറ്റി നമ്പർ ഓഫ് ടേംസ് ഇൻ ലോറൻസ് സീരീസ്. അതിൽ ഇൻഫിനിറ്റി ടേം ഉണ്ടാവും. ആ ഒരു പോയിൻറ്റിൽ ഫംഗ്ഷന് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ടേംസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തതിനെ നമ്മൾ പറയുന്നതാണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. അപ്പോൾ ടൈലർ സീരീസ് എന്ന് പറയുമ്പോൾ അത് അനലിറ്റിക് ഫംഗ്ഷനാണ്. സോ ടൈലർ എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷനാണ്. ടൈലർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമല്ല, z-z0 പവർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രം, അതായത് z² അങ്ങനെ 1/z എന്നുള്ള ടേം ഉണ്ടാവില്ല, ഒക്കെ പോസിറ്റീവ് ഇൻറ്റിജറാണ്. 1/z ഉണ്ടാവണമെങ്കിൽ z⁻1 ആണല്ലോ 1/z, അപ്പോൾ അങ്ങനത്തെ ടേം ഉണ്ടാകില്ല. അപ്പോൾ ടൈലർ സീരീസ് ആണ് ഇവിടെ അനലിറ്റിക് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്.